മുൻ ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തെ കേരള ഗവർണറാക്കണമെന്ന അന്തിമ തീരുമാനം പുറത്തുവന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാവുന്നത്. തീരുമാനം പുറത്തുവന്നതോടെ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഒരുപോലെ എതിർപ്പുയർന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് പദവിക്കായി രാഷ്ട്രപതിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തയാൾ എങ്ങനെ ഗവർണറാകുമെന്നായിരുന്നു വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുവന്ന വാദം. ഗവർണർ സ്ഥാനം ഇന്ത്യയിൽ ഇതുവരെ ചീഫ് ജസ്റ്റിസ് ഏറ്റെടുത്ത ചരിത്രമില്ല. ശരിയായി ആലോചിച്ച ശേഷം മാത്രം സദാശിവൻ തീരുമാനമെടുക്കണമെന്നും ഖാരെ അഭിപ്രായപ്പെട്ടു. ഒരു ചീഫ് ജസ്റ്റിസ് ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഭാവി രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം പദവികൾ ജുഡീഷ്യറിയെ സംശയത്തിന് നിഴലിലാക്കുമെന്ന് പ്രമുഖ അഭിഭാഷകനായ ശാന്തിഭൂഷൺ പ്രതികരിച്ചു. जिस पद पे नियुक्त करने का अधिकार सरकार के पास है, जिसके माने है पॉलिटिकल पार्टी के पास है जो सत्ता में है, वो पद जजेस को रिटायरमेंट के बाद नहीं देने चाहिए. ഗവർണർ സ്ഥാനം രാഷ്ട്രീയ പദവിയാണെന്നും സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നതിൽ സദാശിവം ഭാവിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നും അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. Offering such post to retired judges compromises the independence of the judiciary. മുതിർന്ന അഭിഭാഷകരും ബി.ജെ.പി. നേതാവുമായ രാംജത്ത് മലാനിയും എതിർപ്പുമായി രംഗത്തെത്തി. This creates a temptation, at least in the last days of your tenure as a judge, to make decisions in favor of that government. എന്നാൽ തീരുമാനം ഗവർണർ പദവിയെക്കുറിച്ച് നിലവിലുള്ള ധാരണ തിരുത്താൻ സഹായകരമാകുമെന്നും വാദമുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.